ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഫായിദാണ്. അപ്പോൾ ഒന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ റോയൽ എൻഫീൽഡ് 350 സ്റ്റാൻഡേർഡ് പണ്ടത്തെ അതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് ടൈറ്റനിങ് ആണ്. അപ്പോൾ പണ്ട് ഞാൻ ഈ യൂട്യൂബിലൊക്കെ കുറേ നോക്കിയിരുന്നു ഈ ഇതിൻ്റെ ഫ്രണ്ട് ടൈറ്റനിങ്ങിൻ്റെ ബ്രേക്ക് ടൈറ്റ് ചെയ്യുന്ന വീഡിയോ നോക്കാൻ വേണ്ടിയിട്ട്. വലുതായിട്ടൊന്നും കണ്ടില്ല. പിന്നെ നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ ഇറങ്ങി ഓട്ടോമൊബൈൽ ഫീൽഡിലൊക്കെ ഇറങ്ങി ഓട്ടോമൊബൈൽ പഠിച്ചു തുടങ്ങി. അപ്പോൾ വലുതായിട്ടൊന്നും അല്ലെങ്കിലും നമുക്ക് ചെറുതായിട്ട് നമ്മൾ മെയിൻ്റെനൻസ് റെഡി അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്തൊക്കെ ടൂൾസാണ് വേണ്ടത് നോക്കാം. അപ്പോൾ നമ്മൾ ടൂൾസ് റിക്വേർഡ് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടൂൾസ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 10-ൻ്റെ ഒരു ഡബിൾ എൻഡ് സ്പാനർ, അതേപോലെ തന്നെ ഈ 12-ൻ്റെ ഒരു ഡബിൾ എൻഡ് സ്പാനറാണ്. നമുക്ക് നേരെ വണ്ടീൻ്റെ അടുത്ത് പോയേക്കാം. നേരെ ബൈക്കിനടുത്ത് പോയാൽ ഇതാണ് അവസ്ഥ. ലിവർ പ്ലേ കണ്ടാൽ മനസ്സിലാവുമല്ലോ, നല്ല ബ്രേക്ക് കുറവാണ്. ഇതൊന്നും വെച്ച് ഓടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വീലിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്യണം നോക്കാം. നമ്മൾ ബ്രേക്ക് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഫ്രണ്ടത്തെ വീലിൻ്റെ അടുത്തോട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മഡ്ഗാർഡിൻ്റെ ഈ കമ്പി വരുമല്ലോ താഴത്തോട്ട്, അതിൻ്റെ ബാക്കിലോട്ട് നോക്കിയാൽ നമ്മൾക്ക് ഈ ഇതിൻ്റെ കേബിളിൽ കണക്ഷൻ കാണാം. അപ്പോൾ നമ്മൾക്ക് അവിടെ 2 നട്ട് കാണാം, ഒരു 12 നട്ടും ഒരു 10 നട്ടും. ഞാൻ അപ്പോൾ ഈ ലൂസാക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിക്കാറുണ്ടാൽ ഈ ഇടതുനിന്ന് വലതിലോട്ട് ഈ സ്പാനർ നീങ്ങും, അപ്പം ലൂസാവുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ അത് ലൂസാക്കുക. ഞാനിപ്പോൾ ലൂസാക്കുന്ന സാധനം ലൂസാക്കുക. ഇത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ 10-ൻ്റെ ഇത് ലൂസാക്കുന്ന ഈ 10-ൻ്റെ ഈ നട്ട് ലൂസാക്കുന്നതിന് അനുസരിച്ചിട്ട് തന്നെ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പോലെ ഈ 12-ൻ്റെ അടിയത്തെ താഴെയുള്ള നട്ടും ടൈറ്റ് ചെയ്യുക. ഓവർ ടൈറ്റ് പിടിക്കരുത്, ജസ്റ്റ് തട്ടിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ലൂസ് ചെയ്ത് നോക്കാം. നമ്മളിപ്പം കണ്ടല്ലോ, ഏകദേശം നല്ല ലൂസ് ചെയ്യുന്നു ബ്രേക്ക്, ഏകദേശം തീരെ ഇല്ലാത്ത രീതിയിലേനി. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ഏകദേശം ടൈറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് ടൈറ്റ് ചെയ്യാം. ഞാൻ കഴിയണതും ഈ വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടാതെ ശ്രമിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ജസ്റ്റ് സപ്പോർട്ട് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്നുകൂടി ഓർമ്മിപ്പിച്ചാണ് കേട്ടോ. അതേപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന് കോമ്പിനേഷൻ സ്പാനർ നടക്കില്ല. സോറി ഈ റിംഗ് സ്പാനർ ഇത് ടൈറ്റ് ചെയ്യാൻ നടക്കില്ല. ഒന്നെങ്കിൽ ഇതേപോലത്തെ 10-12 സ്പാനർ വേണം, 2 സ്പാനർ വേണം. അല്ലെങ്കിൽ നമ്മൾക്ക് കോമൺ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ സ്പാനർ എന്ന് പറഞ്ഞുള്ളൊരു റെഞ്ച് ഉണ്ട്, ആ സ്പാനർ കൊണ്ട് നടക്കും. അപ്പം നമ്മൾ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക് ഏകദേശം ഇത് മതിയാവുമെന്നാണ് തോന്നുന്നത്. നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ലിവറിൻ്റെ അടുത്ത് പോയിട്ട് ബ്രേക്ക് ലിവറിൻ്റെ അടുത്ത് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ചെറുതായിട്ട് ഒന്നുകൂടെ ടൈറ്റ് ചെയ്യേണ്ടി വരും. കുറച്ചൊരു പൊടിക്ക് ടൈറ്റ് ആക്കണം. നമ്മൾക്ക് എന്തായാലും ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്താളാം. കൂടി കുറേ ഒന്നും ടൈറ്റ് ആക്കാനല്ല, കൂടി ഒന്ന് ടൈറ്റ് ചെയ്യണം. പിന്നെ ഈ ടൈറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് കുറച്ച് ടൈറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ നോക്കണം ജസ്റ്റ് ഈ ബ്രേക്ക് ഇത് മതിയാവുമെന്ന്. അല്ലാതെ ഓവർ ഇങ്ങനെ ടൈറ്റാക്കി ഇങ്ങനെ പോകരുത്. നമ്മൾ ടൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ടൈറ്റ് ചെയ്യുക. ഒരുപാട് ടൈറ്റ് ചെയ്യരുത്, ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അതൊന്ന് എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് ജസ്റ്റ് മുട്ടിച്ചൊക്കെ ഇത് മതിയാവും. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് 12-ൻ്റെ സ്പാൻ എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഈ താഴെയുള്ള 12-ൻ്റെ നട്ടൊന്ന് ടൈറ്റ് ചെയ്യുക. ഓവർ ടൈറ്റ് ചെയ്യണ്ട, ഏകദേശം ഇതിൽ ടൈറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ലിവർ പ്ലേ നോക്കിക്കഴിഞ്ഞാൽ, ബ്രേക്കിൻ്റെ ലിവർ പ്ലേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും അത് മതിയാവും. ഈ ഓവർ ബ്രേക്ക് വെക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. ഓവർ ബ്രേക്ക് വെക്കണമെന്ന് പറഞ്ഞാൽ അപകടമാണ്. മീൻസ് ഇപ്പോൾ ABSൻ്റെ കാലമാണല്ലോ, ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ആണല്ലോ. അത് എന്ന് പറഞ്ഞാൽ ലോക്കാവില്ല ബ്രേക്ക്. നമ്മളിപ്പോൾ മഴത്താണെങ്കിലും ഏത് ക്ലൈമറ്റിലാണെങ്കിലും ഈ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഈ ബ്രേക്ക് ലോക്കായിട്ട് ഒരു അപകടം പറ്റില്ല. പക്ഷേ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഹബ് ബ്രേക്ക് ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം മുമ്പുള്ളതാണ്. അപ്പോൾ ഇതിലൊക്കെ അപകടം പറ്റാൻ ഒരുപാട് സാധ്യത ഉണ്ട്. അപ്പോൾ വളരെ വളരെ സൂക്ഷിച്ച് മാത്രം ഈ ബ്രേക്ക് ടൈറ്റ് ചെയ്യുക. മുഴുവനായിട്ട് ഞാൻ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, മൊത്തം ബ്രേക്ക് അത്ര ടൈറ്റാക്കി വെച്ചിട്ട് വാഹനം ഓടിക്കുന്ന ആൾക്കാർ. സൂക്ഷിക്കുക, വലിയ അപകടമാണത്. അപ്പോൾ ഫ്രണ്ട്സ്, മൈൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സേഫായിട്ട് റൈഡ് ചെയ്യുക, അതാണ് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, സപ്പോർട്ട് ചെയ്യുക.